സ്വയംവരം സ്വയംവരം. മണിരത്നം എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ നമ്മുടെ ഇന്ത്യൻ ഫിലിംസിന്റെ റൊമാൻറ്റിക് ഫിലിംസ് എടുക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ പല പാഠങ്ങളും, അതായത് അലൈപ്പായുധേ അല്ലെങ്കിൽ ഓക്കി കൺമണി, ഈ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മീറ്റിംഗ്, അതായത് ചെറുക്കനും പെണ്ണിന്റെ ആദ്യത്തെ മീറ്റിംഗ് ഒരു ട്രെയിനിൽ വെച്ചായിരിക്കും. ഇവരുടെ ലൈഫിലും ഇതുപോലെ ഒരു ട്രെയിനിന്റെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ വിശേഷങ്ങൾ ഞാൻ ചോദിക്കട്ടെ. അതെന്തായിരുന്നു അത്? വേറൊന്നുമല്ല, എനിക്ക് ഫസ്റ്റ് ആദ്യം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത് ഒരു ഞായറാഴ്ചയാണ് ചെല്ലാൻ പറഞ്ഞേക്കുന്നത്. ശനിയാഴ്ച ഇദ്ദേഹം കൊട്ടാരക്കര ഒരു ക്ലാസ്സിന് വരുന്നുണ്ട്. അപ്പം വീട്ടിൽ ചെന്നാൽ എങ്ങനെയാവും എന്നുള്ള കാര്യം അറിയില്ല. കാരണം എല്ലാവരും അച്ഛൻ ചേട്ടൻ അവരൊക്കെ ഉണ്ടാവും, സംസാരിക്കാൻ എങ്ങനെ പറ്റും എന്നറിയില്ല. പിന്നെ നമ്മളെ ഇഷ്ടമാണോ എന്ന് എങ്ങനെ ചോദിക്കാൻ പറ്റും എന്നൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഇരുന്നപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുജിൽ, കൃഷിയും കൂടി പ്ലാൻ ചെയ്തു എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അല്ലാതെ ഒന്ന് കാണുക, അതിനെന്താണ് മാർഗം. അങ്ങനെ നോക്കിയപ്പോഴാണ് കൊട്ടാരക്കര ഒരു ക്ലാസ്സിന് വരുന്നുണ്ട് ഇതേപോലെ, ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. അങ്ങനെ ശനിയാഴ്ച പോകുന്ന ടൈമിൽ ട്രെയിനിൽ കൂടെ പോവാം, അല്ലെങ്കിൽ അവിടെ വെച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അറിയില്ല, ഒന്നും അറിയില്ല, ഞങ്ങൾ ചെല്ലുന്നൊന്നും അറിയുന്നില്ല, ഞങ്ങൾ അതിനു മുമ്പ് ഒന്നും സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ മാറി നിന്നു, ചേട്ടൻ കുട്ടിയെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ട്രെയിൻ വന്നു. അപ്പോൾ ഞാൻ ബാക്കിൽ നിൽക്കുക, എന്നെ കാണണ്ട എന്നുള്ളത് ഞാൻ ബാക്കിൽ മാറി നിൽക്കുകയാണ്. അദ്ദേഹം കാണുന്നില്ല, നമ്മളെ മറ്റേ ചേട്ടനെ അത്ര അറിയുകയില്ല. അങ്ങനെ ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പം ഇദ്ദേഹം നടന്ന് ഫ്രണ്ടിലോട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ലേഡീസ് നോക്കിയാണ് പോകുന്നത്, ഞങ്ങൾക്കറിയില്ലല്ലോ. ചേട്ടൻ പുറേ, ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ ഓടി പുറേ പോകുന്നുണ്ട്. ചേട്ടൻ അപ്പം ചെന്ന് കയറി ഉടനെ അദ്ദേഹത്തോട് ചേട്ടൻ പറഞ്ഞു, പിന്നാണെങ്കിൽ അനൂപിനൊന്ന് സംസാരിക്കണം. അന്നേരം ചേട്ടാ ഇത് ലേഡീസാണ് എന്ന് ചേട്ടനോട് അതിനെ പറഞ്ഞു. ഉടനെ അവർ അതിനെയും വിളിച്ചിട്ട് ചേട്ടൻ ഇപ്പുറത്ത് ഇറങ്ങിയത്, അടുത്ത കമ്പാർട്ട്മെന്റിൽ ഇറങ്ങി കയറിയത് ആ ടൈമിൽ തന്നെ. അന്നേരത്തേക്കും ഞാൻ കയറി ചെന്നു. ഇതെന്താ സംഭവം, എനിക്കൊന്നും അറിയില്ലല്ലോ, ഇവരെന്താണ് സംസാരിക്കുന്നത് എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നല്ലോ. പെട്ടെന്ന് ചേട്ടനാണ് അങ്ങനെ വിളിച്ച് അടുത്ത കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ കയറിയപ്പോൾ കൃഷി ഇന്ന് വിറക്കുകയാണ്. കൃഷി ഇന്ന് നല്ല വിറയിലാണ്. പറഞ്ഞ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അതേപോലെ ഒരു കല്യാണാലോചന വന്നു, അതിനെ പറ്റി ജസ്റ്റ് പറയുന്നത് അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത ദിവസം പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അറിയാമോ? ഇല്ല, ജസ്റ്റ് വീട്ടിൽ എന്തോ ഒന്ന് പറഞ്ഞത് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ ഒന്നും അറിയില്ല. അടുത്ത ദിവസം വരുന്നുണ്ട് എന്നുള്ള പോലും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതേപോലെ വരികയാണ്, എങ്ങനെയാ ഇഷ്ടമാണോ ഞാൻ ചോദിക്കുകയാണ്. അപ്പം കൃഷി പറഞ്ഞു ഇല്ല എനിക്കറിയില്ല, വീട്ടുകാർ തീരുമാനിക്കുന്നവർക്ക് വീട്ടുകാരോട് സംസാരിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ഏകദേശം ഒരു 15-20 മിനിറ്റോളം അവിടെ ട്രെയിൻ മൂവിങ്ങാണ് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മൂവിങ് അവിടെയാണ് ആദ്യമായിട്ട് കണ്ട് സംസാരിച്ചത്. ഒരിക്കലും മറക്കില്ല അല്ലെ? ആതിര വിറയ്ക്കുമായിരുന്നു പറഞ്ഞു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഇപ്പം മറ്റേ ചേട്ടനെ അറിയത്തുമില്ല, അറ്റ്ലീസ്റ്റ് അനൂപിനെ കണ്ടിട്ടുണ്ടല്ലോ. ആരോ വിളിച്ചു ഇറങ്ങി പോരാൻ പറഞ്ഞു, ഇറങ്ങി പോന്നോ? അല്ല, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അനൂപിന്റെ കൂടെ വന്നതാണ്, കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ലേഡീസ് ആയത് കയറിയല്ലേ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വന്നത്. അത് നിങ്ങൾ 20 മിനിറ്റിന് സംസാരിച്ചു. അപ്പത്തേക്കും കൊട്ടാരക്കര എത്തിയോ? കൊട്ടാരക്കര മുള്ളൂരേക്ക് പോയി ക്ലാസ് കഴിഞ്ഞു. ഓക്കെ. എത്ര ദൂരം ഉണ്ട് ഈ മൊത്തം ജേർണി? ഒരു അരമണിക്കൂർ. അത്രയുണ്ട്. ബാക്കിയുള്ള 10 മിനിറ്റ് എന്നാ ചെയ്തു? നിങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു? ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു, അപ്പുറത്ത് സീറ്റിലായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പറയുമെന്ന് പറയും, നമ്മൾ പറയുന്നതല്ലാതെ ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും സംസാരിക്കുന്നു പറയുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? നൈസ്. സോ ഇനി കല്യാണത്തിന്റെ വിശേഷങ്ങളിലേക്ക്. അന്വേഷണം എങ്ങനെയാണ് ആള്? അന്നത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത ഒരാള് അനുശ്രീ തന്നെയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാ പൊതുവെയുള്ള ഒരു സ്വഭാവം? അവള് ഓക്കെ എല്ലാവരുമായിട്ടും സഹകരിക്കുന്ന ഒക്കെ. ഒത്തിരി എന്റെ ഫ്രണ്ട്സ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ജാടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ജാടയാണ്. ഞാൻ കൊട്ടാരക്കര വർക്ക് ചെയ്യുന്ന ടൈമിൽ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ അനുശ്രീയുടെ ബ്രദറാണ് എന്നുള്ള കാര്യം. ഞാനിട്ട് ആരോടും പറയാറുമില്ല. ഞാൻ കോമൺ ആയിട്ട് സംസാരിക്കാറേ ഉള്ളൂ. വളരെ കുറച്ചു നാളേ ആയിട്ടുള്ളൂ ഇത് അറിഞ്ഞു തുടങ്ങിയിട്ട് അനുശ്രീയുടെ ബ്രദറാണ് ഞാൻ എന്നത്. ഞാനത് രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരു കാര്യം. കാരണം അപ്പം നമുക്ക് നാടിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും, സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് അവരെ പറ്റി എന്താണ് പറയുന്നതെന്ന് അറിയാൻ കഴിയും. പക്ഷെ ഇപ്പം ബ്രദർ ആയി കഴിയുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ്സും കേൾക്കാൻ പറ്റും.
അങ്ങനെ എൻ്റെ ഇപ്പം ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ട് അജിൻ. എൻ്റെ ഇപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അവൻ ഇതേപോലെ അവിടെ നമുക്കൊരു കടയുണ്ട് ബിസിനസ്സിന്, നമ്മുടെ അവിടെ UIT ക്യാമ്പസിൽ പഠിച്ചതാണ്. അപ്പം അവൻ വരെ എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു വന്ന ഇടയ്ക്ക് അനുശ്രീ അതിന് ഭയങ്കര ജാടയാണ് എൻ്റെ അടുത്ത് കട്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനറിയത്തില്ല. അപ്പം നമ്മുടെ കടയിലെ സ്റ്റാഫ് പിന്നെ നീ അനുശ്രീയെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങനെ പറയാം, അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തോ അല്ല അതിന് ഭയങ്കര ജാടയാണ്, ഞങ്ങളുടെ അവിടെ പ്രോഗ്രാമിന് വിളിച്ചിട്ട് വന്നില്ല, അതായത് അന്നേരം ഒന്നും ഞാൻ അവിടെ നിൽക്കുന്നേ അറിയില്ല. വീട്ടിൽ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഇത് എന്തെങ്കിലും എന്തോ എപ്പോഴോ അനുശ്രീയുടെ ബ്രദർ അനൂപ് എന്ന് കേട്ടതിന് ശേഷം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് അനൂപാണ്, അനുശ്രീയുടെ ബ്രദറാണ് എന്നുള്ള കാര്യം. അപ്പോഴെല്ലാം അവനോട്ട് കൂട്ട് തന്നെയാ, കൂട്ടിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും നല്ല കമ്പനിയാണ്. അപ്പം അതേ ഇപ്പം അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ പറഞ്ഞു പോയി എന്നിട്ട്. അപ്പം ആദ്യം മനസ്സിലാക്കുന്ന അറിയാത്ത ഒരാളോട് കാണുമ്പോൾ നമുക്ക് അത്രയും അതെല്ലാരും മനസ്സിലാക്കുന്നില്ല. ഒരു പരിചയമില്ല, അവർക്ക് അനുശ്രീ അറിയായിരിക്കും, പക്ഷെ അനുശ്രീക്ക് അവരെ അറിയില്ല. അത് മനസ്സിലാക്കുന്നില്ല. ഓരോ സെലിബ്രിറ്റീസിന്റെ സിറ്റുവേഷൻ ചിലപ്പോൾ അതാവും. അവർക്ക് എല്ലാവരും അറിയില്ല, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല ആരും ചില സമയങ്ങളിൽ. പക്ഷെ കമ്പനി ആയി കഴിഞ്ഞാൽ പക്കാ കമ്പനിയാണ് എല്ലാരുമായിട്ട്. യൂഷ്വലി ഇപ്പൊ ഒരു വീട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ചേട്ടനും അനിയത്തിയൊക്കെ ഉള്ളപ്പം എല്ലാവരും പറയുന്നത് അനിയത്തിയുടെ കല്യാണം നമുക്ക് ആദ്യം നടത്തിയേക്കാം. അപ്പൊ അനുശ്രീയുടെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ പിന്നെ ഫിലിം ഇൻഡസ്ട്രി ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ നിൽക്കുക. എങ്ങനെയാ വല്ല പ്രഷറും വന്ന് തുടങ്ങിയോ? അത് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അണ്ണന്റെ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പേ എന്നോട് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ ഞാനാ പറഞ്ഞത് വേണ്ട, കാരണം ഒന്നാമത് എന്റെ പ്രൊഫഷൻ എനിക്ക് കുറച്ചും കൂടി ചെയ്യണം, അതുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ അതുമല്ല, അതൊരു നമ്മൾ തമാശ കളിക്കുന്ന പോലെ അല്ല വിവാഹം എന്നൊരു കാര്യം എന്ന് എനിക്കറിയാം. നല്ലൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥതയായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഞാനിപ്പം ഓടിച്ചാടി നടക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പം വേറൊരു വീട്ടിൽ നമ്മൾ ചേർന്ന് കയറുമ്പോൾ ഇത്രത്തോളം ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴേ എനിക്ക് കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളും കൂടെ ഓടി നടന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അവരും ഒത്തിരി ഒന്നും പ്രഷർ ചെയ്യാൻ നിന്നില്ല. ഓക്കെ, ഞാൻ ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ അവളെ കല്യാണം കഴിച്ചോട്ടെ എന്നാണ് പേരൻസ് എല്ലാം പറഞ്ഞത്. പിന്നെ വീട്ടിൽ എന്തായാലും ഒരാളും കൂടി വേണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അമ്മയായിരിക്കും കൂടെ വരിക, സോ അച്ഛൻ തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും വീട്ടിലൊരാൾ വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ വേറെ ഒത്തിരി പ്രഷറോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ പല ഇന്റർവ്യൂസിലും നമ്മൾ കേട്ടിട്ടുണ്ട് അയ്യോ ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്നത്. കാരണം അതും നമ്മളിപ്പോ വൺസ് നമ്മൾ കമ്മിറ്റഡ് ആയാൽ അതൊരു കമ്മിറ്റ്മെന്റ് തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പൊ വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ രണ്ട് പേര് തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെ ആയിരിക്കുമല്ലോ. സത്യമാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരു പിടുത്തം നിന്നിട്ട് എല്ലാം ചോദിച്ച് പറഞ്ഞ് ചെയ്ത് നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാ. സോ അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്ക് വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എന്റെ പേരൻസിനെ അറിയിക്കാന്നൊരു ഇഷ്ടമാണ് ഇപ്പൊ ഉള്ളത്. കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അന്നത്തെ ദിവസം ഞാൻ കോസ്റ്റ്യൂംസിനെ കുറിച്ച് ചോദിച്ചില്ല, എന്തായിരുന്നു ആതിര അന്നത്തെ ദിവസം? സാരി തന്നെ. ഓക്കെ, എവിടെന്നാ സാരിയൊക്കെ പർച്ചേസ് ചെയ്ത്? സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്? ഒത്തിരി ഉടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്? അങ്ങനെ ഞാൻ സാരി ഉടുത്തിട്ടില്ല. ഡിഗ്രി പഠിക്കുമ്പോ അവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ 2 ടൈം ഉടുത്തിട്ടുണ്ട്. അത് അമ്മയാണ് എല്ലാം സെറ്റ് ചെയ്ത് ഉടുത്തു തരുന്നത്. അതെനിക്കറിയില്ല സാരി ഉടുക്കാൻ. പിന്നെ എൻഗേജ്മെന്റിന് സാരി ആയിരുന്നു. അതെല്ലാം കംഫർട്ടബിൾ ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു? കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഉടുക്കാൻ അറിയില്ല നല്ലോണം. ഇപ്പൊ ആരാ സാരി ഉടുപ്പിച്ചത്? ചേച്ചി ഉടുത്തത്. ചേച്ചി ഞാൻ വന്നപ്പോ കണ്ടു. നിങ്ങൾ നല്ല കമ്പനിയാന്ന് തോന്നുന്നു അല്ലേ? കാരണം ഫുൾ ഒരുക്കിയത് ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അനുശ്രീ ആയിരുന്നു എല്ലാം ചെയ്ത് തന്നുകൊണ്ടിരുന്നത്, നല്ലോണം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ സാരി, എങ്ങനെയാ നിങ്ങളുടെ ഒരു കസ്റ്റം? പുടവ എടുക്കാനൊക്കെ ഒരുമിച്ച് പോവോ? അങ്ങനത്തെ ചടങ്ങുകളാണോ? ചടങ്ങുകളുണ്ട്, പക്ഷെ ഞങ്ങളൊന്നും ഒരുമിച്ചല്ല പോയത്. സമയത്തിന്റെ എല്ലാരും അവരോട് സൗകര്യം പോലെ പോയത്. ഓക്കെ. എന്തെങ്കിലും കളർ തീമോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ നിങ്ങളുടെ വെഡിങ്? അതെയോ നിങ്ങൾ തന്നെ തീരുമാനിച്ചു? നമുക്ക് വൈറ്റ് തന്നെ വേണമെന്ന് നമ്മുടെ ഹിന്ദു ഇത് വെച്ചിട്ട് എല്ലാരും വൈറ്റിനോട് ചേർന്ന സാമ്യങ്ങൾ ആണുങ്ങൾക്ക് അങ്ങനെയാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് പിന്നെ കളർ ഡ്രസ്സ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ സാരിയോട് മാച്ച് ആവുന്ന ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്തിരുന്നു, ഇടയ്ക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അല്ല, വൈറ്റ് ഷർട്ടായിരുന്നു, മുണ്ടുമായിരുന്നു.
എന്ത് കളറായിരുന്നു സാരി? റെഡ്. റെഡ് കളർ. റെഡ് അത് മനസ്സിൽ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്തിരുന്നോ കല്യാണ സാരി? റെഡ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് അത് തന്നെ എടുത്തേ. ഇവിടുന്ന് വിളിച്ച് ചോദിച്ചിരുന്നു ഏത് കളർ എടുക്കുന്നേന്ന്, പക്ഷെ ഞാൻ റെഡ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ റെഡ് എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജ്വല്ലറി ഒക്കെ എങ്ങനെ ഇഷ്ടമാണോ ഇടാനായിട്ട്? ഒത്തിരി കിട്ടുന്ന ഇഷ്ടമല്ല, കുറച്ച്. എന്തൊക്കെ എന്ന് വെച്ചാൽ എന്താ ട്രഡീഷണലോടാണോ അതോ മോഡേൺ ടൈപ്പ് ഓഫ് ജ്വല്ലറി ആണോ? എന്താണ് മോഡേൺ ടൈപ്പ്? ട്രഡീഷണൽ ആയിട്ട്. ആരാ മേക്കപ്പും ഹെയറും ഒക്കെ ചെയ്തേ? അത് അന്ന് ഞാൻ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, എന്റെ ആ കൂട്ടുകാരിയുടെ ചേച്ചി, എല്ലാത്തിനൊക്കെ പോകുന്ന ചേച്ചിയായിരുന്നു. ചേച്ചിയാണ് എല്ലാം ചെയ്തത്. ട്രഡീഷണൽ ഗെറ്റപ്പില് തന്നെയായിരുന്നു? അങ്ങനെ തന്നെ. ഇതിനു മുമ്പ് പോയി വല്ല ട്രയൽസ് ഒക്കെ ചെയ്തിരുന്നോ? കല്യാണത്തിന് മുമ്പേ ട്രയൽ ചെയ്തില്ല, അന്നത്തെ ദിവസം തന്നെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കണ്ടപ്പം? ഓഫ്കോഴ്സ് അമ്പലത്തിൽ വെയിറ്റ് ചെയ്യായിരുന്നല്ലോ, നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരിക്കുമല്ലോ കാണാനായിട്ട്. എനിക്ക് ആകാംക്ഷ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ടെൻഷനിലായിരുന്നു ടൈം എന്നുള്ള. അപ്പൊ അതൊന്നും നോക്കിയില്ല. പക്ഷെ തലേന്ന് വീട്ടിലേക്ക് പോവുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. പുടവ കൊടുക്കലില്ല, ജസ്റ്റ് വീട്ടിൽ വരെ ചെല്ലുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. പക്ഷെ അന്ന് പക്ഷെ ഇതിലും അടിപൊളിയായിരുന്നു. അന്ന് കുറെ കൂടെ ബെറ്റർ ആയിട്ടാണ് ഒരുങ്ങിയതെന്ന് തോന്നി. എല്ലാവരും ആള് മാറിയോ എന്ന് പറഞ്ഞ് നമ്മളവിടെ നിന്ന് കമന്റ് അടിച്ചു. പക്ഷെ അത്രയും വന്നില്ല കല്യാണത്തിന്. അന്നത്തെ ദിവസം ഇട്ടേക്കുന്ന സാരി തന്നെ കുറച്ചൊരു ട്രഡീഷണൽ രസമായിരുന്നിരിക്കും. ഓക്കെ. അന്നത്തെ ദിവസം എന്തെങ്കിലും നടന്നിരുന്നോ? എന്ന് വെച്ചാൽ ഇതൊരു അവിടെ ചെന്ന് ഒന്ന് സംസാരിക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുക പോരും. ഓക്കെ. പിറ്റേ ദിവസമാണ് കല്യാണം. സോ തലേദിവസത്തെ ചടങ്ങ്, കല്യാണം, ഇനിയിപ്പോ റിസപ്ഷൻ നടക്കാൻ പോകുന്നു. പിന്നീട് കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ ഇപ്പൊ നെറ്റിലൊക്കെ ഇഷ്ടംപോലെ വന്നല്ലോ. അപ്പൊ ഞാൻ കണ്ടു അനുശ്രീ ആണെങ്കിലും ഭയങ്കര അടിച്ചു പൊളിച്ച് ഒരു ബിന്ദാസ് ആക്കി കല്യാണം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് നൈറ്റിന്റെ രാത്രിയിലും ഞങ്ങൾ കുറേ പണികൾ കൊടുത്തു. അപ്പൊ എല്ലാ പണികളും കൊടുത്തിട്ട് 1 മണി 2 മണി ആയി. എല്ലാ കസിൻസും ഇവിടുന്ന് പോവാറായപ്പോഴും ഞാൻ ചോദിച്ചു, അയ്യോ ഇത്രയേ ഉള്ളൂ, ഇനി മണിയൊന്നും ഇല്ലേന്നാ ചോദിച്ചു. അപ്പൊ എന്നെ കസിൻസ് പറയുകയും ചെയ്താണ്, ചേട്ടന് പറ്റിയ ആങ്ങളെ മീൻസ് പെങ്ങളാണ്, ഒരു പെങ്ങളും രാത്രിയിൽ ആങ്ങളേക്ക് ഇങ്ങനെ പണി കൊടുക്കണം എന്ന് വിചാരിക്കില്ല എന്ന് പറഞ്ഞു. സോ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്ത്. ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് മുതൽ കല്യാണം വരെ ഒരു 5-6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ആലോചിച്ച് എന്തായാലും ഞങ്ങളാൽ പറ്റുന്ന രീതിയിലെല്ലാം പണി കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പണികൾ തുടരാൻ ഈ ഒരു റിസപ്ഷനോട് കൂടി പണികളൊക്കെ ഞങ്ങൾ ക്ലോസ് ചെയ്ത് ഇനി ഫാമിലിയിൽ അടുത്ത കസിൻ ആയിരിക്കും പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം.